എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഹെൽത്ത് കാർഡുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇതിൽ 3 വിഭാഗങ്ങളിലുള്ളവരുടെ കാർഡുകൾ നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. 70 വയസ്സ് കഴിഞ്ഞ് ആദ്യമായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ചേരുന്ന ആളുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമായിരിക്കുകയും ഇപ്പോൾ 70 വയസ്സ് കഴിയുകയും ചെയ്തിട്ടുള്ളവർക്കും വീണ്ടും ഇതിൽ എൻറോൾ ചെയ്ത് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതും എങ്ങനെയെന്ന് നോക്കുന്നുണ്ട്. കൂടാതെ 70 വയസ്സിൽ താഴെയുള്ളവരുടെ കാർഡുകളും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പരിശോധിക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായ വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ആയുഷ്മാൻ ഭാരത് സംബന്ധമായ വീഡിയോകളൊക്കെ ആയുഷ്മാൻ ഭാരത് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ 3 വിഭാഗങ്ങളിലുള്ളവരുടെയും കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടുന്നത് beneficiary.nha.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ബെനിഫിഷ്യറി തിരഞ്ഞെടുത്ത് അവിടെ കാണുന്ന ക്യാപ്ച കോഡ് അതേപോലെ ടൈപ്പ് ചെയ്ത് തൊട്ട് താഴെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പറും കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് അതിലേക്ക് വരുന്ന OTP താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഏറ്റവും ഒടുവിലായി വീണ്ടും ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ലോഗിൻ ചെയ്ത് ലഭിക്കുന്ന പേജിൽ താഴെയായിട്ട് 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു ബാനർ കാണാം, ഫോർ സീനിയർ സിറ്റിസൺ. അവിടെ ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്നതിൽ പ്രസ് ചെയ്താണ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകേണ്ടുന്നത്. ഇവിടെ 70 വയസ്സ് കഴിഞ്ഞ് ആദ്യമായി ആയുഷ്മാൻ ഭാരതിൽ എൻറോൾ ചെയ്ത വ്യക്തിയുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യുകയാണ്. നേരത്തെ എൻറോൾ ചെയ്തിരുന്നു. ആ വ്യക്തിയുടെ ആധാർ കാർഡിലെ നമ്പർ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ നേരത്തെ ടൈപ്പ് ചെയ്തതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തൊട്ട് വലത് സൈഡിൽ സെർച്ച് എന്നുള്ളൊരു ലിങ്ക് വരും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ എൻറോൾ ചെയ്തപ്പോൾ തന്നെ കാർഡ് ലഭിച്ചിരുന്നു. തൊട്ട് താഴെ ഒരു വ്യക്തി മാത്രമേ 70 വയസ്സ് കഴിഞ്ഞത് ആ കുടുംബത്തിലുള്ളൂ. ആ വ്യക്തിയുടെ കാർഡ് ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്. അതിന് നേർക്ക് ഡൗൺലോഡിൻ്റെ ഒരു സിമ്പലുമുണ്ട്. ആ ഒരു സിമ്പൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊരു പോപ്പപ്പ് വിൻഡോ ലഭിക്കുകയും ഇവിടെ ഡൗൺലോഡിൽ പ്രസ് ചെയ്ത് ഈ ഒരു കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് നേരത്തെ എൻറോൾ ചെയ്തതായിരുന്നു. അതിൻ്റെ വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് താമസം നേരിടുന്നുണ്ട് അപ്രൂവായി ലഭിക്കുവാൻ. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞവരുടെ ചികിത്സാ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആയുഷ്മാൻ വേ വന്ദന കാർഡെന്നും 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയെക്കുറിച്ചും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമായിരിക്കുകയും ഇപ്പോൾ 70 വയസ്സ് കഴിയുകയും അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാനും നമ്മൾ ചെയ്യേണ്ടുന്നത് ഇവിടെ കാണുന്ന ബാനറിൽ സീനിയർ സിറ്റിസൻ്റെ ബാനറിൽ താഴെ ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്നതിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടുന്നത്. ഇത് എൻറോൾ ചെയ്യുന്നതിൻ്റെയും വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു, ലിങ്ക് കൊടുത്തിരിക്കാം. അതിനുശേഷം ഇവിടെ ലഭിക്കുന്ന പേജിൽ നേരത്തെ ചെയ്തതുപോലെ ആ വ്യക്തിയുടെ ഇപ്പോൾ 70 വയസ്സ് കഴിയുകയും നേരത്തെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമായിരിക്കുകയും ചെയ്തിരുന്ന ആ വ്യക്തിയുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്താൽ തൊട്ടുപുറത്ത് സെർച്ചിൻ്റെ ബട്ടൺ വരും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇവിടെയൊക്കെ ഫാമിലി ID എന്നൊരു കോളം കൂടി കാണാം. അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഫാമിലിയിൽ IDയിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും പേര് വിവരങ്ങൾ ഇവിടെ വരികയും ഇവിടെ നിന്നും 70 വയസ്സായ ആളിൻ്റെ നേർക്ക് ഏറ്റവും അവസാനം എൻറോൾഡ് എന്നും അപ്രൂവ്ഡ് എന്നും എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ ഏറ്റവും അവസാനം ഒരു ഡൗൺലോഡ് സിമ്പലും ഉണ്ട്. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. തുടർന്ന് നേരത്തെ കണ്ടതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരികയും അവിടെ ഡൗൺലോഡ് സിമ്പലുണ്ട്, ലിങ്കുണ്ട്. ആ ഡൗൺലോഡ് ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് കാർഡ് നേരത്തെ ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. ആയുഷ്മാൻ വേ വന്ദന കാർഡെന്നും 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ചികിത്സകളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അധിക പരിരക്ഷയായിട്ടാണ് ഇവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കും. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഹോസ്പിറ്റലുകളിൽ ആകാൻ എംപാനൽഡ് ഹോസ്പിറ്റലുകളിലാവാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെ നോക്കിയത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള 70 വയസ്സ് കഴിഞ്ഞവരുടെ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. ഇനി നേരത്തെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും ട്രീറ്റ്മെൻറ്റ് ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ beneficiary.nha.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കണം. അതിനുശേഷം PMJY ആദ്യം തിരഞ്ഞെടുക്കണം. തുടർന്ന് സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുക്കണം. വീണ്ടും ഒന്നുകൂടി PMJY തിരഞ്ഞെടുക്കണം. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കണം. ഡിസ്ട്രിക്റ്റും തിരഞ്ഞെടുത്തതിന് ശേഷം ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ആധാർ കാർഡിൻ്റെ നമ്പരും കൊടുത്ത് നേരത്തെ കൊടുത്തതുപോലെ തന്നെ തൊട്ട് വലത് സൈഡിൽ ക്യാപ്ച കോഡുകൾ എന്താണോ അതും കൊടുത്ത് അതിനുശേഷം സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫാമിലിയിലെ മുതിർന്ന അംഗത്തിൻ്റെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഒന്നിലധികം കാർഡുകൾ മാറി മാറി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. തുടർന്ന് നമുക്ക് ഇവിടെ ആ സെർച്ച് സിമ്പലിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ ആ ഫാമിലി IDയിൽ ആ ഫാമിലിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് വരുന്നതാണ്. ഇവിടെ നമുക്ക് നേരത്തെ എൻറോൾഡ് എന്നാണ് കാണിച്ചിരുന്നതെങ്കിൽ അതിന് പകരം ഇവിടെ
വെരിഫൈഡ് എന്നും അപ്രൂവ്ഡ് എന്നുമാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം ഡൗൺലോഡ് സിമ്പലുമുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ വെരിഫൈഡും അപ്രൂവ്ഡും ആയിട്ടുള്ള ആൾക്ക് മാത്രമേ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫാമിലി ഐഡിയിലുള്ള മുഴുവൻ അംഗങ്ങൾ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കും. അവർ അവരുടെ ആധാർ കാർഡും റേഷൻ കാർഡും കൂടി ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ കയ്യിൽ കരുതിയിരുന്നാൽ മാത്രം മതി. ഒരിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമായാൽ അവർക്കും വെരിഫൈഡും അപ്രൂവ്ഡുമായി കാണിക്കുകയും കാർഡ് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും. ഇവിടെ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ ഈ അംഗത്തിൻ്റെ ആധാർ കാർഡിന് നേർക്ക് ആധാർ കാർഡ് നമ്പറിന് നേർക്ക് വെരിഫൈ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം അലോയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈലിലേക്ക് ഒരു OTP വരും. അതിനോടൊപ്പം ഈ അംഗത്തിൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക്, ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരും. 2 OTPകളും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയായി ഓതൻറ്റിക്കേറ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ ആ അംഗത്തിൻ്റെ ഫോട്ടോ കാണിക്കുകയും ആ ഫോട്ടോയോട് ചേർന്ന് ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അതിൽ ടിക്ക് മാർക്ക് വരുത്തണം. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഗുണഭോക്താവിൻ്റെ പേര് കാണിക്കുകയും അതിൻ്റെയും താഴെയായിട്ട് ആധാർ OTPയുടെ നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കണം. തുടർന്ന് വീണ്ടും നേരത്തെ കാണിച്ച പോലെ ആധാറിൻ്റെ നമ്പർ കാണിക്കുകയും അതിനോട് ചേർന്ന് വെരിഫൈ ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി അലോ കൊടുക്കണം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോഗിൻ ചെയ്ത മൊബൈലിലേക്കും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്കും 2 OTPകൾ വരും. ഇത് രണ്ടും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ 2 OTPകളും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി റീഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തുകയും ഇവിടെ ഡൗൺലോഡിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ഡൗൺലോഡ് ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് ID കാർഡ്, ജനറൽ വിഭാഗത്തിലുള്ള ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.